ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിൽ പിരിച്ച പണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിൻ്റെ സമ്മാനദാനമാണ് കേട്ടോ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തെന്താ, വടകരയിലേക്ക് ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു. വടകര എന്താ ഈ പ്രത്യേകത? വടകര എങ്ങനെയാണ് ഫ്ലാറ്റ് വരുന്നത്? അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി വടകര എന്തുകൊണ്ട് ഫ്ലാറ്റ് വരുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് സംവിധാനമാണ്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം വന്ന് പെട്ടു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പല ആൾക്കാരും ഇതിപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ചൂരൽമലയെയും വടകരയെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLA-യെയും ഈ പറഞ്ഞ പദവികളെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കൊരാളെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് പറഞ്ഞ ഒരു ഒരു റെക്കോർഡിങ് നമ്മൾ കേട്ടതാണ്. ആ റെക്കോർഡിങ്ങിന് ശേഷം കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് അറിയോ? അനീത്തിൻ്റെ വിവാഹം മുടക്കും എന്നാണ് പറയുന്നത്. ഇത് അറിഞ്ഞാൽ നിൻ്റെ അച്ഛൻ അറ്റാക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിലൊരു MLA ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, വലിയ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം കൊട്ടിഘോഷിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു പ്രാവശ്യം അന്വേഷിച്ചിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വ്യാജ ID കാർഡ് തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തികളും അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇതൊരു ചെറിയ മീനല്ല ഈ വലയിൽ വീണിരിക്കുന്നത്. ഈ വല വലിച്ചു കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ തിമിംഗലയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.